നമ്മുടെ മുഖ്യ അതിഥി ഏവർക്കും പ്രിയപ്പെട്ട ഒറ്റപ്പാലം MLA ശ്രീ പ്രേംകുമാർ, വിശിഷ്ട അതിഥി പ്രശസ്ത സിനിമാ സംവിധായകൻ എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ലാൽ ജോസ്, മറ്റൊരു വിശിഷ്ട അതിഥിയായ ഒറ്റപ്പാലത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക സാഹിത്യ നായകനായ എനിക്കേറെ ആരാധ്യനായ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ശ്രീ PT നരേന്ദ്രമേനോൻ, സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, എനിക്കേറെ പ്രിയപ്പെട്ട എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ KS മേനോൻ, സുന്ദരേട്ടൻ, മിസ്റ്റർ ഹക്കീം, സുകുമാരി ചേച്ചി, ഉണ്ണിയേട്ടൻ, അങ്ങനെ എനിക്ക് വേണ്ടപ്പെട്ട എല്ലാവരും, വേണുവേട്ടൻ, മറ്റ് പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് സാധാരണ എല്ലാ ഫംഗ്ഷനുള്ള പോലെ തന്നെ ഈ നമ്മളെപ്പറ്റി സന്തോഷിൻ്റെ ഒരു പ്രശ്നമല്ല, ഒരു പക്ഷേ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയുള്ള ഫംഗ്ഷനിൽ ഇത്രയെങ്കിലും സംസാരിക്കണമെന്ന് ഞാൻ എന്തു പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹം എന്നോട് പറയുന്നത് എപ്പോഴും പതിവാണ്. അതുകൊണ്ടായിരിക്കാം, പക്ഷേ നമ്മളെപ്പറ്റി ഇങ്ങനെ വലുതാക്കി പറയുന്നത് കേൾക്കാൻ അത്ര സുഖമുള്ള ഒരു കാര്യമല്ല. എന്നിരുന്നാലും കേട്ടിരിക്കുകയല്ലാതെ നിവർത്തിയില്ല. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ന്യൂ ജനറേഷനൊക്കെ വരുമ്പോൾ നമ്മൾ പറയും നമ്മുടെ മക്കൾ ഇല്ല, എന്താ ചെയ്യുക, ന്യൂ ജനറേഷനല്ലേ, അങ്ങനെയായി ഇങ്ങനെയായി, അതൊക്കെ ഒരു പരിധി വരെ വെറുതെ പറയുന്നതാണ്. നമ്മൾ വീട്ടിൽ കൊടുക്കുന്ന ഒരു ബാലപാഠങ്ങൾ അല്ലെങ്കിൽ ഒരു അച്ചടക്കമാണ് കുട്ടികളിൽ 90% മുന്നോട്ട് നയിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ എൻ്റെ പ്രിയ സുഹൃത്ത് CP മുരളിയും അദ്ദേഹത്തിൻ്റെ അനുജൻ ശശിയും മറ്റ് 2 സുഹൃത്തുക്കളും കൂടി വീട്ടിൽ വന്നു പോയതിന് ശേഷം പിറ്റേ ദിവസം ഇന്ന് രാവിലെ അദ്ദേഹം എന്നെ വിളിച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞു, പമ്പെ വളരെയധികം സന്തോഷം, കൂടെ വന്ന 2 സുഹൃത്തുക്കളും താങ്കളുടെ വിനയം നിറഞ്ഞ പെരുമാറ്റത്തെപ്പറ്റിയും സന്തോഷം നിറഞ്ഞ ഭാവത്തെപ്പറ്റിയുമൊക്കെ വളരെ വിശദമായി സംസാരിച്ചു എന്ന് അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി, അതിന് പ്രത്യേകിച്ച് ഒരു മരുന്നൊന്നും വേണ്ട. അതിനെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു പോയ നല്ല സംഭവങ്ങൾ മറക്കാതിരിക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾ ബൈബിൾ വായിക്കണോ, ഖുറാൻ വായിക്കണോ, ഭഗവത്ഗീത വായിക്കണോ, ഇതൊന്നും നിർബന്ധമില്ല. പല കാര്യങ്ങളും മറക്കുന്നത് നല്ലതാണെങ്കിലും നല്ല സംഭവങ്ങൾ ഓർത്തിരുന്നു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾക്കൊരു നല്ല മനുഷ്യനായി, ഒരു പരമാർത്ഥമുള്ള വ്യക്തിയായി ഒരു പരിധി വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയ്ക്കനുസരിച്ചിട്ടാണ് ഞാൻ ഒരു പരിധി വരെ എന്ന് പറയുന്നത്, ഒരു പരിധി വരെയെങ്കിലും നമുക്ക് ജീവിക്കാൻ കഴിയും. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഈ മറന്ന് കഴിഞ്ഞു പോയ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഉണ്ണിയേട്ടനും ജ്യോതി ചേച്ചിയും ഫ്രണ്ടിലിരിക്കുന്നുണ്ട്. അപ്പോൾ അവരുള്ളത് കൊണ്ട് അവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബോംബെ സെറ്റിൽഡാണ്, അവരെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ നമ്മളുടെ അടുപ്പം മനസ്സിലാക്കണം. എവിടുന്ന് ഒരു ഇൻവിറ്റേഷൻ കിട്ടി, പുള്ളി ഇന്നലെ എനിക്ക് അയച്ചു തന്നു, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് അദ്ദേഹത്തെ ഞാൻ വിളിക്കുന്നത്. അപ്പോൾ അവരിയ്ക്കുന്നതുകൊണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങൾ നമ്മൾ മറക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായി പറയുന്ന ഈ ജ്യോതി ചേച്ചിയായുള്ള ബന്ധം, ജ്യോതി ചേച്ചിയുടെ ജീവിത പങ്കാളിയാണ് ഉണ്ണിയേട്ടൻ. ജ്യോതി ചേച്ചിയായുള്ള ബന്ധം ഒരു 4.5 വയസ്സ് തൊട്ടിട്ടുള്ള ബന്ധമാണ്. അന്ന് മുണ്ടനാട്ടുകര LP സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ സ്വല്പം വികൃതിയുള്ള കുട്ടിയായിരുന്നു. അപ്പോൾ അമ്മമ്മ കൊണ്ടയക്കും. അതേപോലെ തന്നെ ഒരു 12 മണിയാകുമ്പോൾ അമ്മമ്മ ഭക്ഷണമായിട്ട് വരും. അടുത്തൊരു പട്ടർമടമുണ്ട്, അവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കും. ഇങ്ങനെ 2-3 മാസം കഴിഞ്ഞപ്പോൾ ജ്യോതി ചേച്ചിയുടെ അമ്മ, ഞാൻ വല്യമ്മ എന്നാണ് അവരെ വിളിക്കാറ്, അവരെൻ്റെ അമ്മയോട് പറഞ്ഞു, പമ്പയുടെ അമ്മമ്മ ഇങ്ങനെ ബുദ്ധിമുട്ടണ്ട, ഞാൻ ജ്യോതിയും പോകുമ്പോൾ കൊണ്ടുപോയിക്കോളാന്ന്. അത് പിന്നെ അവർക്ക് ബുദ്ധിമുട്ടായി. എന്നിരുന്നു കഴിഞ്ഞാലും പിന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വികൃതിയൊക്കെ ഉള്ളതുകൊണ്ടേ മുടി പിടിച്ച് വലിക്കും, തള്ളും, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ അന്ന് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നതുകൊണ്ട് എന്നാലും ഓഫീസിലിരുത്തി ഭക്ഷണം തരാം. എനിക്ക് തോന്നുന്നൊരു ഓഫീസിൽ പോകാൻ മടിയായി ഒരു 3-ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ.
അതുവരെ ഓഫീസിലിരുത്തി ഭക്ഷണം തരും. അവർ കൊണ്ടുവരുന്ന സാമ്പാർ കാര്യങ്ങളൊക്കെ കിട്ടും. തിരിച്ച് ചില ദിവസങ്ങളിലൊക്കെ വീട്ടിൽ പോകുന്ന സമയത്ത്, എല്ലാ ദിവസമൊന്നുമില്ല, ഈ ആന്തൂർപ്പറമ്പിലെ നാരായണൻ നായരുടെ കടയിൽ നിന്ന് പരിപ്പ് വടയോ അല്ലെങ്കിൽ പഴംപൊരിയോ പഴം എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും. അപ്പോൾ വെയിറ്റ് ചെയ്യായിരിക്കും ഞാൻ. എനിക്ക് മേടിച്ചതിൽ നിന്ന് ഒരു പഴംപൊരി ആണെച്ചാൽ ഒരു പഴംപൊരി, പരിപ്പട ആണെച്ചാൽ ഒരു പരിപ്പട തരും. അപ്പം ചേച്ചിക്ക് അപ്പോൾ കൊടുക്കില്ല, കാരണം വീട്ടിൽ പോയി കൊടുക്കാമെന്ന് കരുതിയിട്ടായിരിക്കും. പക്ഷേ എനിക്ക് അങ്ങനെയുള്ള ദയമൊന്നുമില്ല. ഞാൻ അവരുടെ മുഖത്ത് നോക്കി അത് കടിച്ച് തിന്ന് വീട്ടിലേക്ക് പോവുമായിരുന്നു. അതേപോലെ തന്നെ 3-4 മാസം കൂടുമ്പോൾ ഞങ്ങൾ അവരുടെ വീട്ടിൽ പോവും. അപ്പോൾ രാവിലെ പോയി കഴിഞ്ഞാൽ 10 മണിക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം 3 മണിക്കൊക്കെ 4 മണിക്കൊക്കെ പോരുക. തിരിച്ച് അവരും ഞങ്ങളുടെ വീട്ടിൽ വരും. അതേപോലെ തന്നെ അപ്പോൾ നൂറാങ്കോല് കളിക്കൽ, ഇതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇങ്ങനത്തെ കുറേ കാര്യങ്ങളായിട്ട് എനിക്ക് മനസ്സിൽ ഓർമ്മയുള്ളത് കൊണ്ടാണ് അവരുടെ വല്യമ്മയൊക്കെ മരിച്ചതിന് ശേഷം ജയേട്ടൻ, അവരുടെ ബ്രദർ, അവരുടെ മൂത്ത ബ്രദറിൻ്റെ ഒരു ജോലി സംബന്ധ കാര്യങ്ങളായിട്ട് എൻ്റെ അടുത്ത് വരികയാണ്. അപ്പോൾ ഞാൻ കമ്പനിയിൽ വേക്കൻസി ഉണ്ടോ ഇല്ലയോ ഒന്നും നോക്കിയില്ല. ഞാൻ പറഞ്ഞു അബ്സല്യൂട്ട്ലി ഡൺ, നോ വറീസ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കാര്യങ്ങൾ നമ്മൾ ഓർത്തിരുന്നാൽ മാത്രമേ നമുക്ക് അങ്ങനെ പെരുമാറാൻ പറ്റുള്ളൂ. ഈ പഴയ കാര്യങ്ങൾ നമ്മൾ ഓർത്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ അപ്പോഴത്തെ സാഹചര്യവും അപ്പോഴത്തെ ലാഭനഷ്ടങ്ങളും നോക്കിയിട്ട് നമ്മൾ പെരുമാറുകയുള്ളൂ. പഴയ കാര്യങ്ങൾ ഓർത്തിരിക്കും. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ പ്രിയ സുഹൃത്തുക്കളായ 3-4 പേരുണ്ട്. അവരെ എന്നും എല്ലാ പരിപാടിക്കും അവർക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ അവരെ ഞാൻ ക്ഷണിക്കാൻ എൻ്റെ ആളുകളോട് പ്രത്യേകിച്ച് പറയാറുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ പല ബന്ധങ്ങളും ഈ രക്തബന്ധത്തെക്കാൾ നമുക്ക് നിർവചിക്കാൻ പറ്റാത്തതാണ്. അതിനൊരു എക്സാമ്പിൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് മിസ്റ്റർ രഘു ഇവിടെ ഇരിക്കുന്നുണ്ട്. രഘുവിനെ പറ്റി കൂടി ഞാൻ പറയാതെ പോകുന്നത് ശരിയല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും അടുത്ത ആളുകളെ പറ്റിയിട്ട് അധികം സംസാരിക്കില്ല പ്രസംഗിക്കുന്ന സമയത്ത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെപ്പറ്റി പറയാത്തതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മുടെ ഹൃദയത്തിൻ്റെ തൊട്ടടുത്തിരിക്കുന്നവരാണ്. മാത്രമല്ല അത് സംസാരിച്ച് ഇമോഷണൽ ആക്കണ്ടെന്ന് കരുതിയിട്ട് ആ സബ്ജക്റ്റ് ഞാൻ അവനോടത്തോളം തൊടാതെ പോവുകയാണ് പതിവ്. പക്ഷേ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് രഘുവിനെ പറ്റി പറയാം. 2000-ൻ്റെ ആദ്യ ഘട്ടങ്ങളിലാണെന്ന് തോന്നുന്നു. രഘു പരിയാറമ്പറ്റ വടകരക്കാരനാണ്. പരിയാറമ്പറ്റ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറായി വരുന്നത്. അന്ന് തൊട്ട് ഞങ്ങളുടെ കുടുംബമായി ഒരു ബന്ധമുണ്ടായി. ആ ബന്ധമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് രീതിയിൽ വളർന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും രഘു മകനെപ്പോലെ ആയിരുന്നു എന്ന് പറയുന്നത് പോലും ഗ്രാമറ്റിക്കലി ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മകൻ തന്നെയായിരുന്നു. അതേപോലെ തന്നെ എനിക്കും എൻ്റെ സഹോദരൻ മുരളിക്കും രഘു സഹോദരൻ തന്നെയാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അമ്മ മരിച്ച് 13-14 കൊല്ലമായി, അച്ഛൻ മരിച്ച് 13 കൊല്ലമായി. ഇപ്പോഴും എല്ലാ വർഷവും എന്ത് തിരക്കുണ്ടെങ്കിലും ശ്രാദ്ധ ദിവസം ബലികർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അദ്ദേഹം എത്താറുണ്ട്, ഞങ്ങളുടെ കൂടെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്ര സംബന്ധമായ എന്ത് തിരക്കുണ്ടെങ്കിലും അമ്മയുടെ ഒരു ഫോൺ ചെന്ന് എനിക്ക് തോന്നുന്നു അയാൾ അമ്മയെ ഇത്രയും പേടിയില്ല. പേടി എന്ന് പറയുന്നത് ആയിരിക്കില്ല ശരി. ഒരു സ്നേഹത്തിൻ്റെ ബഹുമാനം, സ്നേഹത്തിൽ കലർന്ന ഒരു ഭയമായിരിക്കും എന്നായിരിക്കും, ഇല്ലെങ്കിൽ ഒരു സ്നേഹം തന്നെ ആയിരിക്കാം അത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള ബന്ധങ്ങളാണ് കണ്ടിട്ടാണ്, അങ്ങനെയുള്ള ബന്ധങ്ങൾ, അങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ വീട്ടിൽ അല്ലെങ്കിൽ എന്നും നമ്മളിവിടെ എത്തിയത് നമ്മുടെ കഴിവ് കൊണ്ട് മാത്രമല്ല, അതിലൊരു ദൈവശക്തി ഉണ്ട്, എഫർട്ട് മാത്രമല്ല എന്ന് കേട്ടു വളർന്നതുകൊണ്ടായിരിക്കാം എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തോന്നിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സമയം മാറണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ രാശി മാറണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരുപാട് സമയമൊന്നും വേണ്ട. വെറുതെ മനുഷ്യൻ അഹങ്കരിക്കുകയാണ്. വെറുതെ നമ്മൾ കയ്യിൽ കുറച്ച് തുട്ടു വന്നു കഴിഞ്ഞാൽ അഹങ്കരിക്കുക എന്നതിലുപരി എന്ത് എപ്പോൾ എങ്ങനെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറയാവുന്ന സ്പീഡിലാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പറയാം ഫ്ലൈറ്റ് യാത്ര പോലും സുരക്ഷിതമല്ല. അപ്പോൾ കുറച്ച് കാലമായിട്ട് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ദൈവം അനുവദിച്ചു തന്ന സമയത്ത് കഴിയാവുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിൽ കൂടുതൽ സമാധാനവും സന്തോഷവും വേറെ കിട്ടാനില്ല. ഇപ്പോൾ CMN ട്രസ്റ്റിനെ പറ്റിയിട്ട് സന്തോഷം പറഞ്ഞു. CMN ട്രസ്റ്റ് കഴിഞ്ഞ 15 വർഷത്തോളമായി തനതായ രീതിയിൽ വേറിട്ടൊരു രീതിയിലുള്ള പ്രവർത്തനമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ബെനിഫിഷ്യറിയിൽ കറക്റ്റ് ഡിസർവിങ് ആയ ആളുകളിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. സജീവമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പേരിലുള്ള ട്രസ്റ്റാണിത്. അവരാണ് ഇപ്പോൾ ഈ നമ്മൾ പറയില്ലേ ഈ പരിഗണന, പരസ്പര പരിഗണന, പരസ്പര സ്നേഹം, പരസ്പര ബഹുമാനം,
ഇതെല്ലാം എന്നെ പഠിപ്പിച്ചത്, ഇതിൻ്റെ ബാലപാഠങ്ങൾ എന്നെ പഠിപ്പിച്ചത് അവരാണ്. They are the ones who taught me the true value of sharing, the importance of helping those in need. മറ്റുള്ള ആളുകളെ സഹായിക്കുന്നതിൻ്റെ മഹത്വം ചെറുപ്പം തൊട്ടേ പറഞ്ഞ് മനസ്സിലാക്കി തന്നതും അതിൽ അവർ സന്തോഷിക്കുന്നതും കണ്ടതുകൊണ്ടാകാം അതിന് തോന്നിയത്. അപ്പോൾ അങ്ങനെ കാര്യങ്ങളായി വന്ന ട്രസ്റ്റ് നമ്മൾ രൂപീകരിച്ചു. ഇപ്പോൾ ട്രസ്റ്റ് വർഷങ്ങളായുള്ള പ്രവർത്തനങ്ങളെ കൊണ്ട് കുറേ അർഹിക്കുന്ന കുടുംബങ്ങളിലേക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ട വ്യക്തികളിലേക്കൊക്കെ എത്തിച്ചേരാൻ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ 100ഓളം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. പെൻഷൻ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ സമയത്ത് കൊടുക്കും. പിന്നെ 1500 രൂപ തൊട്ടിട്ട് 7500 രൂപ വരെ നമ്മൾ പെൻഷൻ കൊടുക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ അടുത്ത് തുടങ്ങിയതല്ല. അപ്പോൾ അടുത്തിടെ ഒരു വ്യക്തി മരിച്ചുപോയി. അദ്ദേഹത്തിന് നമ്മൾ 7500 ആണോ 7000 ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹത്തിന് നമ്മൾ 15 വർഷത്തെ കൂടുതലായിട്ട് പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം 20 വയസ്സിൽ അദ്ദേഹം 21 വയസ്സിൽ അദ്ദേഹം തെങ്ങുമിൽ നിന്ന് വീണ് നടുവൊടിഞ്ഞ് പാരലൈസായി പോയതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വർഷങ്ങളായിട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും വിദ്യാഭ്യാസ സഹായം കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന രോഗികൾക്ക് ചികിത്സാ സഹായം കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും വീടുകൾ കയറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഒരു വേറിട്ട പദ്ധതി എന്ത് ചെയ്യണം അച്ഛൻ്റെയും അമ്മയുടെയും പേരിൽ നിന്ന് ആലോചിച്ച സമയത്ത് വി ഹാവ് ലോഞ്ച്ഡ് എ സ്പെഷ്യൽ പ്രോജക്റ്റ് കോൾ എ ഹോം ഓഫ് യുവർ ഓൺ പ്രോജക്റ്റ്. എ ഹോം ഓഫ് യുവർ ഓൺ പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ടവർക്ക്, ഭവനരഹിതരായ വ്യക്തികൾക്ക് വീട് കയറ്റി കൊടുക്കുക എന്നുള്ള പദ്ധതിയാണ്. അതിൻ്റെ രത്നച്ചുരുക്കം എന്ന് വെച്ചാൽ 5 വർഷത്തിനുള്ളിൽ അർഹരായ 50 പേരെ കണ്ടെത്തി അവർക്ക് വീട് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി. ആ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകുകയാണ്. ആ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് രാജേഷാണ്. ബഹുമാനിയായ മന്ത്രി, എൻ്റെ പ്രിയ സുഹൃത്ത് രാജേഷാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അത് കഴിഞ്ഞ് അതിൻ്റെ 7 വീടുകളും ഉദ്ഘാടനം ചെയ്ത് സെപ്റ്റംബർ 25-ാം തീയതി. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി തന്നെ അതിൻ്റെ 7 വീടുകളുടെ താക്കോൽദാനം അദ്ദേഹം നടത്തുകയുണ്ടായി. വേറൊരു വീട് എൻ്റെ പ്രിയ സുഹൃത്ത് തിരുവനന്തപുരത്ത് BJPയുടെ നേതാവ് PK കൃഷ്ണദാസ് താക്കോൽദാനം നടത്തുകയുണ്ടായി. പിന്നെ ബാക്കിയുള്ള ആദ്യഘട്ടത്തിലെ 2 വീടുകൾ പാലക്കാട്ടെ ബഹുമാനായ MP എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീകണ്ഠൻ നടത്തുകയുണ്ടായി. അതിൻ്റെ ഒപ്പം തന്നെ 2ാം ഘട്ടത്തിലെ 6 വീടുകളുടെ സമ്മതപത്രവും അദ്ദേഹം, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങും അദ്ദേഹം കൊടുക്കുകയുണ്ടായി. 2ാം ഘട്ടത്തിലെ 4 വീടുകളുടെ സമ്മതപത്രം കൊടുത്തത് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ CEO ആയ ശ്രീമതി ലക്ഷ്മി മേനോനാണ്. എനിക്ക് KR നാരായണൻ സെൻറ്റനറി അവാർഡ് കിട്ടുന്ന ചടങ്ങിൽ വെച്ചാണ് അത് കൊടുത്തത്. ആൻഡ് ഐ എം വെരി ഹാപ്പി ടു ടെൽ യു ദാറ്റ് ഇറ്റ് ഹാസ് ബീൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് 10 houses and we have already been handed over the keys within this period. ഞങ്ങളത് വളരെ സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്ത് ഈ 10 വീടുകളിലെയും കീ ഈ സമയത്ത് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ വീട് ഇന്നിങ്ങനൊരു ചടങ്ങിന് യാതൊരു പരിപാടിയും ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണയെങ്കിലും, കാരണം പൊതുവേ യാത്ര കാരണം റെസ്റ്റ് ഇല്ലാത്ത ഒരു ജീവിതമാണ്. അപ്പോൾ ഇത്തവണ ഒരു 2 ദിവസം ഒന്ന് റിലാക്സ് ആവാന്നിരിക്കുന്ന സമയത്ത് സന്തോഷ് തോണ്ടിക്കൊണ്ടിരിക്കും. സന്തോഷ് പറഞ്ഞു, അല്ല നമുക്ക് വീട് റെഡിയാണ്, ഒരു പാർട്ടിക്ക് മഴ കാരണം വലിയ ബുദ്ധിമുട്ടാണ്, വീട് കിട്ടിയാൽ കൊള്ളാം, വീട് കൊടുത്താൽ കൊള്ളാം. അദ്ദേഹം ആദ്യം പറഞ്ഞപ്പോൾ തന്നെ അതിനത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ല, അത് ഇഗ്നോർ ചെയ്തു. അദ്ദേഹം വീണ്ടും പിറ്റേ ദിവസം പറഞ്ഞു, വീണ്ടും വൈകുന്നേരം പറഞ്ഞു. അങ്ങനെ വന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു, ഇനി നമ്മൾ ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല, ഈ പരിപാടി നടക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ഈ പരിപാടി വെച്ചതാണ്. അപ്പോൾ പരിപാടി വെച്ച സമയത്ത് ഇപ്പോൾ നമ്മളൊരു മുഖ്യ അതിഥിയെ വേണം. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ ശ്രീ പ്രേമനെ വിളിച്ചു. അപ്പോൾ അന്ന് അദ്ദേഹം കണ്ണൂരൊരു പാർട്ടി സമ്മേളനത്തിൻ്റെ പോവുമായിരുന്നു. അപ്പോൾ ഞാൻ വളരെ ഷോർട്ട് നോട്ടീസിലാണ് ശ്രീ പ്രേമനെ വിളിച്ചത്. അദ്ദേഹം അപ്പോൾ ആൻസർ ചെയ്തില്ല. മാത്രമല്ല നമുക്ക് എന്താ പറയുക, പിറ്റേ ദിവസമാണ് പരിപാടി. പക്ഷെ അദ്ദേഹം മെസ്സേജ് ഇട്ടു. പക്ഷേ എനിക്ക് വെയിറ്റ് ചെയ്യാൻ, ഐ വാസ് റെസ്റ്റ്ലെസ്, എനിക്ക് വെയിറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ആരെങ്കിലും അറേഞ്ച് ചെയ്യണം. ഞാൻ അദ്ദേഹത്തിനെ വീണ്ടും തിരിച്ചു വിളിച്ചപ്പോൾ അദ്ദേഹം മീറ്റിങ്ങിലായിരുന്നു. എന്നിട്ടും അദ്ദേഹം ഫോൺ എടുത്തു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എങ്ങനെയെങ്കിലും സമയം ക്രമീകരിച്ച് തീർച്ചയായിട്ടും എത്തുന്നതായിരിക്കുമെന്ന്. ഇത്രയും ഷോർട്ട് നോട്ടീസിൽ ഇങ്ങനെ ഒരു ഫോൺ കോളിലൂടെ മാത്രം ക്ഷണം സ്വീകരിച്ച് എത്താമെന്ന് സംബന്ധിച്ച തങ്ങളോടുള്ള നന്ദിയും സന്തോഷവും ഇത്തരണത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ലാലുവേട്ടൻ, ബാബുവേട്ടൻ,
ഇവരോടൊക്കെ വളരെ ഷോർട്ടായിട്ടുള്ള സമയത്താണ് പറഞ്ഞ് നമ്മുടെ വീട്ടിലെ ആളുകളെ പോലെ തന്നെ അവരെല്ലാം വരാമെന്ന് ഏൽക്കുകയാണ് ഉണ്ടായത്. ഇനി കൂടുതലൊന്നും നീട്ടുന്നില്ല. അവരോടുള്ള നന്ദിയും സന്തോഷവും രേഖപ്പെടുത്തുകയാണ്. ഔപചാരികമായി അതൊന്നും പറയേണ്ട ആവശ്യമില്ല. അത്രയും നല്ല സ്നേഹബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. ഇനി ഇന്ന് വീട് സ്വീകരിക്കുന്ന 3 കുടുംബാംഗങ്ങൾക്കും സർവേശ്വരൻ ജഗദീശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇനിയും അവരുടെ എന്ത് കാര്യത്തിനും CMM ട്രസ്റ്റിൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.